ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ക്ലാസ്. ഞാൻ അനു ഹരികുമാർ. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനായിരിക്കും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ 11th ഓൾറെഡി ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ബിസിനസ് സ്റ്റഡീസ് എന്താണ്, ബിസിനസ് എന്താണ്, നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വേഗ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ബിസിനസ് സ്റ്റഡീസിനെ ഒന്ന് അടുത്തറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വലിയ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ബിസിനസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ബിസിനസിന്റെ നേച്ചർ, ബിസിനസിന്റെ പ്രിൻസിപ്പിൾസ്, ദെൻ ബിസിനസിന്റെ ഫങ്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കിക്കോൾ, നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ദ നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ നീഡ്സ് എന്താ, വോൺസ് എന്താ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങളും ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ബിസിനസിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ നോക്കണം കേട്ടോ. നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിത രീതികൾ, എങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെന്താണ്, ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഈ പറയുന്ന നീഡ്സ് ആൻഡ് വാണ്ട്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ ഓരോരുത്തരുടെയും, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഇൻട്രസ്റ്റും സ്കിൽസും ഒക്കെ വ്യത്യാസമായിരിക്കും അല്ലെ? എല്ലാവർക്കും ഒരേപോലുള്ള ആഗ്രഹങ്ങളാണോ? അല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഇൻട്രസ്റ്റും സ്കിൽസും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അവരവരുടേതായിട്ടുള്ള സ്കിൽസിനനുസരിച്ചുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻഡെക്സ് പോലെ മാത്രമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റീസ് എന്തൊക്കെയോ ജോലികളൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയോ ഫിസിക്കലി നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹ്യൂമൻ ബീയിങ്സ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് പറയും? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയും. നോക്കിക്കോ, all those activities which human beings undertake to satisfy their needs or wants are called human activities. നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമ്മളുടെ നീഡ്സ്, നമ്മളുടെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ, സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇനി ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നറിയോ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്, എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്? എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്തെന്ന് പറയും? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അതിലൂടെ നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റിനെ നമ്മൾ എന്ത് പേരിട്ടാ പറയാ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. എക്സാമ്പിൾ, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് മാസം മാസം ശമ്പളം കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ ശമ്പളം കിട്ടുന്ന എന്തിനാ? നമുക്ക് ജീവിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെ എന്തെന്ന് പറയും? നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. എക്സാമ്പിൾ പറയുന്നത്, ഒരു ഫാക്ടറിയിൽ ഒരു വർക്കർ പോയി ജോലി ചെയ്യുന്നു, ഒരു ഫാമർ അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്യുന്നു, അഗ്രികൾച്ചറിലൂടെ ആൾക്ക് കിട്ടുന്നത് ഒരു വരുമാനമല്ലേ അത്? അപ്പം ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ഏർണിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീനെയും നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? എന്തായിരിക്കും? നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടാത്ത ആക്ടിവിറ്റി, ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയല്ല, പകരമോ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ്, നമുക്കൊരു സന്തോഷം, നമുക്കൊരു ആത്മസംതൃപ്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, നിങ്ങൾ പാട്ട് കേൾക്കുന്നു. നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാട്ട്, നിങ്ങൾക്കൊരു മനസ്സിനൊരു സന്തോഷം അല്ലെ? ഈ പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരണമെന്നുണ്ടോ? ഇല്ല. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരാൾ ക്രോസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
അപ്പൊ നിങ്ങൾ അവിടെ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരണമെന്നുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി, നിങ്ങൾ അയാളെ സഹായിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്ക്, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ നമുക്കൊരു മോണിറ്ററി ടേംസിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താന്ന് പറഞ്ഞു? ഹ്യൂമൻ ആക്ടിവിറ്റീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നില്ല, പകരം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എന്ത് പറയുന്നു? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അത് സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇത് മൂന്നും ഓരോന്നോരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ. തൊട്ട് മുമ്പത്തെ പിക്ചർ നമ്മൾ കണ്ടല്ലോ, എങ്ങനെയൊക്കെയായിരുന്നു ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ബിസിനസ്. അങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റി എങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു വൺ ടൈം ആക്ടിവിറ്റി ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ ആക്ടിവിറ്റി വേണമെങ്കിലും ആകാം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങൾക്ക് ആ വീട് വിൽക്കണം. ആ വീട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറി താമസിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു, എന്തോ വാട്ടെവർ, നിങ്ങൾക്ക് ഒരു വീട് വിൽക്കാനുണ്ട്. അപ്പൊ നിങ്ങളത് വീട് വിൽക്കുന്നെങ്കിൽ നിങ്ങളത് OLX കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സിലോ മറ്റെന്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ആഡ് കൊടുക്കും അല്ലെ, എന്തെങ്കിലും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു റീസെയിൽ ഏജൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സമീപിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളത് വിൽക്കും. വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുവാണോ വീട്? അല്ല. നിങ്ങൾക്ക് എന്ത് കിട്ടും അതിലൂടെ? ഒരു മോണിറ്ററി ബെനിഫിറ്റ്, നിങ്ങൾക്ക് പൈസ കിട്ടും അല്ലെ. എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്ന വീടെല്ലാം നിങ്ങൾ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുവോ? ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തോ ഒരു ആവശ്യം വന്നപ്പോ നിങ്ങൾ വിറ്റു, അത്രേ ഉള്ളൂ. അതൊരു വൺ ടൈം ആക്ടിവിറ്റിയാണ്. പക്ഷെ അതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഏർണിങ്സ് കിട്ടി. ഇനി വൺ ടൈം ആക്ടിവിറ്റി അല്ല, റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരാൾ ജോലിക്ക് പോകുന്നു, അയാൾ ഇന്ന് ജോലിക്ക് പോകും, പിന്നെ 10 ദിവസം പോകത്തില്ല, പിന്നെ അടുത്ത മാസം ജോലിക്ക് പോകും, പിന്നെ ഒരു 2-3 മാസം പോകത്തില്ല. അങ്ങനെയാണോ അയാൾ ജോലിക്ക് പോകുന്നത്? അല്ല. പിന്നെയോ, എത്ര നാൾ വർക്കിംഗ് ഡേയ്സ് ഉണ്ടോ അത്രയും നാൾ അയാൾ ജോലിക്ക് പോകും. അപ്പൊ അത് എന്ത് ടൈപ്പ് ആക്ടിവിറ്റിയാ? അതൊരു റെഗുലർ ആക്ടിവിറ്റിയാ. അപ്പൊ വൺ ടൈം ആക്ടിവിറ്റി ഉണ്ട്, റെഗുലർ ആക്ടിവിറ്റി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മോണിറ്ററി ബെനിഫിറ്റ്, നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. വരുമാനം എന്ന് പറയാൻ പറ്റില്ല, പൈസ കിട്ടിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ നമ്മളിപ്പോ ഒരു 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, ബിസിനസ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ എന്തിന്റെ അണ്ടറിൽ വരുന്നതെന്ന് അറിയാമോ? ഈ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ അണ്ടറിൽ വരുന്നതാ. നമുക്ക് വൺ ടൈം ആക്ടിവിറ്റി നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ വീട് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ജോലിയാണോ വീട് വിറ്റുകൊണ്ടിരിക്കുക എന്നുള്ളത്? ആണോ? നമുക്കുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മളൊരു വീട് വിൽക്കുന്നത് നമ്മുടെ ഒരു ജോലിയാണോ? അത് നമ്മൾ വാങ്ങിക്കുന്ന വീടെല്ലാം നമ്മൾ വിറ്റുകൊണ്ടിരിക്കുവോ? ഇല്ല. അപ്പൊ വൺ ടൈം ആക്ടിവിറ്റിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പകരം റെഗുലർ ആക്ടിവിറ്റി, സ്ഥിരമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെ നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്, ഒക്യുപ്പേഷൻ. ഞാൻ രാവിലെ ജോലിക്ക് പോയി എന്ന് പറയുന്നതാണ് ഒക്യുപ്പേഷൻ. എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലിയുടെ ഇംഗ്ലീഷ് ആണ് ഒക്യുപ്പേഷൻ. കേട്ടോ? അപ്പൊ റെഗുലർ ആയിട്ട് നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒക്യുപ്പേഷനെയാണ് ആക്ച്വലി നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? മൂന്നായിട്ട്: എംപ്ലോയ്മെന്റ്, പ്രൊഫഷൻ ആൻഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഓരോന്ന് എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്കറിയാം പ്രൊഫഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ പ്രൊഫഷൻ ഇതാണ്, ഞാനൊരു ലോയറാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. എന്താ അത്? പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ വളരെ ഡീപ്പായിട്ട് നോളജ് ഉണ്ടാവും, നമുക്ക് അതിന്റെ ഒരു സ്കിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേറെ മറ്റുള്ള കമ്പനികളൊന്നും ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടില് നമുക്കൊരു ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ജോലി എടുക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും ഡോക്ടേഴ്സ്, വീട്ടില് ക്ലിനിക്കുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ ഒരുപക്ഷെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാത്ത ഡോക്ടേഴ്സും ഉണ്ട്, വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്.
ഇല്ലേ? അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, ലോയേഴ്സ്. നിങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ ബോർഡൊക്കെ കാണും, അഡ്വക്കേറ്റ് ശാന്തകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റിന്റെ ബോർഡൊക്കെ വെച്ചിട്ടിരിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവർ വീട്ടിലിരുന്നായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. മ്യൂസിക് ടീച്ചേഴ്സ്, പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അവരൊരു കോളേജിലോ അല്ലെങ്കിൽ ഒരു മറ്റെവിടെയെങ്കിലും അടുത്ത് പോയി ജോലി ചെയ്യുന്നില്ലായിരിക്കും. അവരൊന്നെങ്കിലും വീട്ടിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഉണ്ടാവും. അവിടെ ഇരുന്നായിരിക്കും അവർ പാട്ട് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്. ഇപ്പം ബിസിനസ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നവർ. അപ്പൊ അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാതെ നമ്മൾക്കുള്ള ആ ഒരു ഇൻഡെപ്ത് നോളജ് വെച്ചിട്ട് നമ്മൾ എന്താണ്, സ്വന്തമായിട്ട് നമ്മൾ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സർവീസ് ആണ് കൊടുക്കുന്നത്, പ്രോഡക്റ്റുകളല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഒരു സർവീസ് ആണ് കൊടുക്കുന്നത്. ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, ലോയർ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് വാദിക്കുന്നു, ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനമായിട്ട് കിട്ടുന്ന കാര്യമാണോ? അല്ല, അതൊരു സർവീസ് ആണ്. അപ്പൊ പേഴ്സണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റെവിടെങ്കിലും പോയി ജോലി ചെയ്യുന്നില്ല. അവർ സ്വന്തമായിട്ട് അവർക്ക് വീട്ടിൽ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു സ്കൂളോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അവർക്കറിയാവുന്ന ആ ഒരു ഇൻഡെപ്ത് നോളജ് ഉള്ള ആ ഒരു സബ്ജക്ട് മാറ്റർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ്, ഒരു പേഴ്സണൽ സർവീസ് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതാണ് ഇവിടെ പറയുന്നത്. ഓൾ ദോസ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ഇൻവോൾവ് ദ റെൻഡറിംഗ് ഓഫ് പേഴ്സണൽ സർവീസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പേർട്ട് നേച്ചർ based on professional training and skill and require the observances of certain rules and regulations, code of conduct are termed as profession. അപ്പൊ ഇവർക്ക് ഈ ഒരു ഇൻഡെപ്ത് നോളജ് എവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക? അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും സ്കില്ലും ഒക്കെ ഉണ്ട്, അല്ലെ? അതിലൂടെയാണ് ഇവർക്ക് ഈ ഒരു എക്സ്പെർട്ടൈസ് അവർക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെയോ ഇവർ ചുമ്മാ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജോലി ചെയ്താൽ പറ്റത്തില്ല. ഈ ഒരു പ്രൊഫഷൻ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ പേരാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് നമ്മൾ പറയും. ഇനി ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെ, ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഫഷണൽസ് എന്ന് പറയും. പ്രൊഫഷണൽസ്. കേട്ടോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഫീച്ചേഴ്സ് നോക്കിക്കോളൂ. Profession is an occupation for which the individual has to acquire a special knowledge and skill. അപ്പൊ നമ്മൾക്കൊരു പ്രൊഫഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്കൊരു സ്പെഷ്യൽ നോളജ് വേണം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമുക്കൊരു സ്പെഷ്യൽ നോളജ് വേണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യൻ ഉണ്ട്, അല്ലെ? കൊച്ചുകുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട്. ഓർത്തോപെഡിക്സ്, നമ്മുടെ എല്ലുകളെ കുറിച്ചും ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിലൊരു ഡോക്ടർ ഉണ്ട്. ഗൈനക്കോളജി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ന്യൂറോളജി ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അല്ലെ? അങ്ങനെ ഓരോ നമ്മുടെ ബോഡിയിൽ തന്നെ ഓരോരോ ഭാഗങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡോക്ടേഴ്സ് ഉണ്ട്. അതിനെയാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത്. എനിക്ക് ടീച്ചേഴ്സ് തന്നെ, മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ, സയൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ, ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ, അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ ഒരു ടീച്ചർ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ, അല്ലെ? അപ്പൊ ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താണ്, അപ്പൊ നമുക്ക് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു സബ്ജക്ട് മാറ്ററിൽ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അടുത്ത് നോക്കിക്കോ. ദ മണി ദേ ഗെറ്റ് ഫോർ പ്രൊവൈഡിങ് സച്ച് എ സർവീസ് ഇസ് യൂഷ്വലി നോൺ ആസ് ഫീ. അപ്പൊ ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു മോണിറ്ററി ഏർണിങ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫീ എന്ന് പറയും. നമ്മൾ മ്യൂസിക് ടീച്ചറിന് ടീച്ചറിന് ഈ മാസത്തെ ഫീസ് കൊടുക്കാറുണ്ട് കേട്ടോ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, അല്ലെ? അല്ല, ഈ മാസത്തെ സാലറി കൊടുക്കാറുണ്ടെന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. അപ്പം ഈ ഒരു പ്രൊഫഷണൽസിന് കിട്ടുന്ന ആ ഒരു ഏർണിങ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫീ. Okay, next one. The primary objective of every profession is to provide service. Though they may charge a fee, they should not exploit the people using their knowledge and expertise. But actually, ഈ ഒരു പ്രൊഫഷണൽസ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്, ശരിയാണ്. അവരൊരു മോണിറ്ററി ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്, ശരിയാണ്. എന്നാൽ പോലും ഇവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് വേണം എന്നുള്ള ഒരു അറ്റ്മോസ്റ്റ് രീതിയിലായിരിക്കത്തില്ല ഇവരിയ്ക്കുന്നത്. പകരമോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് അവർക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഒരു സ്കില്ല് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും ഇവർക്ക് പ്രൈമറി ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ അതിനോടൊപ്പം ഇവർക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവർ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ഇവരിങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അവരിങ്ങനെ നിൽക്കുന്നുണ്ടാവുക.
ഓക്കെ, ക്ലിയർ ആണോ? അത് മൂന്ന് ഫീച്ചേഴ്സും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. Most of the professionals are regulated by a professional body which frames the code of conduct to be followed by member of professionals. For example, chartered accountants in India are regulated by a professional body known as Institutes of Chartered Accountants of India, cricketers by International Cricket Council, ICC, and so on. അപ്പൊ നമ്മളിത് തൊട്ട് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഫഷണൽസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് കോഡ് ഓഫ് കണ്ടക്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ സ്വന്തമായിട്ട് അവർ ജോലി ചെയ്യുന്നു, മറ്റെങ്ങും പോയി ജോലി ചെയ്യുന്നില്ല, വീട്ടിലൊരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്ന് വെച്ചാൽ ഇവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് പ്രത്യേകമായിട്ടൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർക്കൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ട്. അപ്പം അവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഈ പ്രൊഫഷണൽസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവർ കുറച്ച് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പറയുന്ന പേരാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ മാത്രമേ ഈ പ്രൊഫഷണൽസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, CA ഇല്ലേ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ നമ്മൾ വീട്ടിലിരുന്ന വർക്ക് ഫ്രം ഹോം ആയിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പം ICAI എന്ന് പറയും, ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പം ഇവർ പറഞ്ഞതിനനുസരിച്ച് മാത്രമേ CA വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്രിക്കറ്റേഴ്സിന്, നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണുന്നവരും താല്പര്യമൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ അല്ലെ? അപ്പം അവരെ ക്രിക്കറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ICC വേൾഡ് കപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവരാണ് ക്രിക്കറ്റേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പറയുന്ന ഒരു ബോഡിയാണ് ICC. അപ്പൊ പ്രൊഫഷണൽസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. അവർ പറയുന്ന ഫ്രെയിം വർക്കിനനുസരിച്ച് മാത്രമേ ഈ പ്രൊഫഷണൽസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കാം. Professional acquire the specialized knowledge mostly from colleges, universities, or specialized institutes. In some cases, individuals also acquire such knowledge and skill through training or coaching by an expert in the same field, say for example, dancers and musicians, etc. ഇപ്പം നമുക്ക് ഈ പറയുന്ന പ്രൊഫഷണൽസിന് ഈ പറയുന്ന സ്കില്ലുകളും ഈ പറയുന്ന ഒരു എക്സ്പെർട്ടൈസും ഒക്കെ എവിടെന്നാ കിട്ടുക? അവർക്ക് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും മറ്റു യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലെ? അവർ ഡിഗ്രിയും PG ഒക്കെ പഠിച്ചിറങ്ങിയിട്ട് അങ്ങനെയായിരിക്കും അവർക്ക് ഈ ഒരു നോളജ് കിട്ടുന്നുണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിലോ, നമ്മൾ പ്രത്യേകിച്ച് സ്കൂളിലൊന്നും പോയി പഠിക്കാതെ നമുക്ക് കിട്ടും. നമ്മൾ പാട്ട് പഠിക്കാൻ പോകുന്നു, ഡാൻസ് പഠിക്കാൻ പോകുന്നു അല്ലെ? അത് നമ്മൾ വലിയൊരു കലാമണ്ഡലത്തിലൊന്നും പോയി പഠിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അടുത്ത് പാട്ട് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പഠിച്ചാൽ മതി. അപ്പൊ അതിലൂടെയും നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ പഠിക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിലോ കോളേജസിലോ പോയി പഠിക്കാം. അതല്ല ഈ പറയുന്ന എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളിടത്ത് നമുക്ക് പേഴ്സണലി പോയി വേണമെങ്കിലും പഠിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. And the last one, professionals are those in practice usually work on their own and get a fee for their service. However, some of them may work in organizations as employees or consultants. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് എന്താണ്? വീട്ടിൽ സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ സർവീസ് ആണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ക്ലിനിക്ക് ഉണ്ടാവും. ഡോക്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഡാൻസ് ടീച്ചറോ മ്യൂസിക് ടീച്ചറോ ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഡാൻസ് സ്കൂളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഈ പ്രൊഫഷണൽസിന്റെ ചിലരെങ്കിലും എവിടെയുണ്ട്? എംപ്ലോയീസ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ചിലപ്പോൾ രാവിലെ ഒരു 10 തൊട്ട് 2 മണി വരെ ഹോസ്പിറ്റലിൽ കാണും. പിന്നെ വൈകുന്നേരം ഒരു 5 തൊട്ട് 7 മണി വരെ ആ ഡോക്ടറിന്റെ വീട്ടിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? അപ്പം അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവര് പ്രൊഫഷണൽസ് ആണ്, വീട്ടിലും സ്വന്തമായിട്ടൊരു ക്ലിനിക് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവര് ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ പ്രൊഫഷണൽസും സ്വന്തം വീട്ടിലിരുന്ന് ജോലി ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതിൽ കുറച്ചുപേര് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു പല ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാസം ശമ്പളം കിട്ടുന്ന രീതിയിൽ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ ക്ലിയർ ആണോ? അത് അത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പ്രൊഫഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നിരിക്കുകയാണ്, എംപ്ലോയ്മെന്റ്. അപ്പൊ നമ്മൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ഒക്യുപ്പേഷനെ കുറിച്ച് പറഞ്ഞല്ലേ? റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഒക്യുപ്പേഷൻ. ആ ഒക്യുപ്പേഷനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ബിസിനസ്. അപ്പൊ അതിൽ പ്രൊഫഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എംപ്ലോയ്മെന്റ്. ഓക്കെ, എന്താണ് എംപ്ലോയ്മെന്റ് നോക്കിക്കോളൂ. The economic activity rendered by one person to another under a contract of service for some remuneration is called employment. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോവാം.
നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ചുകുറിയൊക്കെ തൊട്ട് ജോലിക്ക് പോകുന്നു, മാസാമാസം നമുക്ക് ശമ്പളം കിട്ടുന്നു. നമുക്കൊരു ലീവ് എടുക്കണമെങ്കിൽ, സാർ ഞാൻ ലീവ് എടുത്തോട്ടെ, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് അവിടെ പോകണം ഇവിടെ പോകണം, ലീവ് എടുത്തോട്ടെ, പറ്റില്ല. ഓക്കെ, അടുത്ത ദിവസം ലീവ് എടുത്തോട്ടെ, ആ ശരി ഇപ്രാവശ്യം പോകാം, പക്ഷെ സാലറി കട്ട് ചെയ്യും കേട്ടോ, ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇതൊരു കോൺട്രാക്ട് ആണ്, രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഈ ഒരു കോൺട്രാക്റ്റിൽ പറയുന്ന പ്രകാരം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്ന ആൾക്കാർ തന്നെ, ജോലിക്ക് പോകുന്ന ആൾക്കാർ, അത് തന്നെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലൂടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. First one, it is an occupation where a person called employee works for another called employer. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ രണ്ട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ജോലി ചെയ്യുന്ന ആളെ എംപ്ലോയി എന്നും ജോലി കൊടുക്കുന്ന ആളെ എംപ്ലോയർ എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനി ABC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് പോവാണ്. അപ്പൊ ആ ABC കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരാണ്? എംപ്ലോയി. ABC കമ്പനി എന്ന് പറയുന്ന ആരാണ്? എംപ്ലോയർ. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ജോലി ചെയ്യുന്നത്? ആ കമ്പനിക്ക് വേണ്ടിയിട്ടാ ജോലി ചെയ്യുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ടാണോ ജോലി ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ പോരെ? അല്ല. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് അവരെ നമ്മൾ എംപ്ലോയർ എന്ന് പറയും, നമ്മൾ എംപ്ലോയിയുമാണ്. അപ്പൊ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര സാലറി ഇത്രയായിരിക്കും, നിങ്ങൾ ഇത്രയും ദിവസം വർക്ക് ചെയ്യണം, നിങ്ങളുടെ ടാർഗറ്റ് ഇതാണ്, നിങ്ങളുടെ ജോലി ഇതാണ്, നിങ്ങൾ ഈ ജോലി അല്ലാതെ വേറെ ജോലികളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല, എന്നൊക്കെ കുറെ കോൺട്രാക്റ്റിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പ്രകാരം നമ്മൾ ചെയ്യുന്നതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. Next one, there are certain terms and conditions of work-life hours of work. How many hours of a day, duration of work, how many days or hours in a week or month, etc. Leave facilities, salary or wages, place of work, etc. ഇപ്പൊ നമ്മൾ കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കോൺട്രാക്റ്റിൽ എന്തൊക്കെ പറയുന്നുണ്ട്? നമ്മൾ എന്ത് ജോലിയാ ചെയ്യുന്നത്, നമുക്ക് മാസം മാസം കിട്ടുന്ന സാലറി എത്ര, അഥവാ സാലറി ആണോ വേജ് ആണോ, എന്താണെങ്കിലും അത്, നമ്മൾ ഏത് സ്ഥലത്താണ് ജോലി ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യേണ്ടത്, നമ്മുടെ ജോലി എന്താ, എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം, എത്ര നാള് വർക്ക് ചെയ്യണം, എത്ര ദിവസം, ഒരു മാസത്തിൽ എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് വായിച്ച് മനസ്സിലാക്കി സമ്മതമാണെങ്കിൽ മാത്രമേ നമ്മൾ ജോലിക്ക് പോകേണ്ട കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അവർ പിരിച്ചു വിട്ടോളൂ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കോൺട്രാക്ടിന്റെ ബേസിസിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, ദ എംപ്ലോയീസ് ഗെറ്റ് സാലറി നോർമലി പെയ്ഡ് ഓൺ എ മന്ത്ലി ബേസിസ് ഓർ വേജസ് കോമൺലി പെയ്ഡ് ഓൺ ഡെയിലി ഓർ വീക്ക്ലി ബേസിസ് ഇൻ റിട്ടേൺ ഓഫ് ദെയർ വർക്ക്. ദിസ് amount is normally predetermined, mutually agreed upon and may increase over time. അപ്പൊ നിങ്ങൾക്ക് സാലറിയും വേജസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? സാലറി എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും സാലറി, അത് നമുക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഈ വേജസ് എന്ന് പറയുന്നത്? വേജസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നാൾ ജോലി ചെയ്യുന്നുണ്ടോ അത്രയും ദിവസം. ഇപ്പൊ നമ്മുടെ ഈ ഒരു മാസം നമ്മളിപ്പോ ഒരു 30 ദിവസം ഉണ്ടെന്ന് വിചാരിക്കാം. 30 ദിവസത്തെ നമ്മൾ ഒരു 10 ദിവസമേ ജോലി ചെയ്തുള്ളൂ. ഒരു 10 ദിവസത്തെ ശമ്പളം മാത്രമേ ഉള്ളൂ. ഈ 30 ദിവസത്തിന് നമ്മൾ 20 ദിവസം ജോലി ചെയ്തു, അപ്പം 20 ദിവസത്തെ ശമ്പളം. അങ്ങനെ നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര നാൾ എന്ന് വെച്ചാൽ നമ്മളത് അവർലി ബേസിസ് ആണ്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, എത്ര ദിവസം വർക്ക് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് പൈസ കിട്ടുന്നതിനെ നമ്മൾ വേജസ് എന്നും, അത് നമുക്ക് ഫിക്സ്ഡ് അല്ല. ഇപ്പൊ ഈ മാസം നമ്മൾ 10 ദിവസം വർക്ക് ചെയ്തു, അടുത്ത മാസം നമ്മൾ 5 ദിവസമേ നമുക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ, അതിനടുത്ത മാസം ജോലിയേ ഇല്ലായിരുന്നു, അപ്പൊ നമുക്ക് കിട്ടത്തില്ല പൈസ. വേജസ് വേരി ചെയ്യും, പക്ഷെ സാലറി എന്തില്ല, വേരി ചെയ്യില്ല. സാലറി എന്ന് പറയുന്നത് അതെന്താണ്, ഫിക്സ്ഡ് ആണ്, എല്ലാ മാസവും നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ പറയുന്ന സാലറി ആണെങ്കിലും അത് വേജ് ആണെങ്കിലും നേരത്തെ തന്നെ നമ്മളോട് പറയും, നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മളോട് പറയും നിങ്ങളുടെ സാലറി ഇതാണ്, നിങ്ങളുടെ വേജ് ഇതാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ അതൊക്കെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ജോലിയിലേക്ക് കയറുന്നത്. പിന്നീട് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് പിന്നീട് എന്ത് സംഭവിക്കാം, നമുക്ക് സാലറിയിൽ ഒരു അപ്ഗ്രഡേഷൻ ഒക്കെ ഉണ്ട്, സാലറി ഒക്കെ നമുക്ക് കൂട്ടി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? അത് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത നോക്കിക്കേ. ലീഗലി ദ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് ഇസ് ബേസ്ഡ് ഓൺ എ കോൺട്രാക്ട് ആൻഡ് എനി ഡീവിയേഷൻ ഫ്രം എനി സൈഡ് പെർമിറ്റ്സ് ദ അതർ പാർട്ടി ടു ടേക്ക് ലീഗൽ റിക്കോഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞല്ലേ, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ, നമ്മുടെ സാലറിയുടെ കാര്യങ്ങൾ, എത്ര ദിവസം വർക്ക് ചെയ്യണം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, നമ്മുടെ ലീവിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത് നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വയലേറ്റ് ചെയ്തു നമുക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ, ഇപ്പൊ നമ്മുടെ സാലറി ഇത്രയുമാണ്, ഒരു 10,000 രൂപയാണ് സാലറി, പക്ഷെ നമുക്ക് 5,000 രൂപയെ തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കോൺട്രാക്ട് പ്രകാരം 10,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 5,000 രൂപയെ തന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, ഒരു ഡീവിയേഷൻ വന്നു, ഒരു ചെറിയൊരു ഒരു 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 മിസ്മാച്ച് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഇപ്പൊ എംപ്ലോയറിനോ എംപ്ലോയിക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു കോൺട്രാക്ടിന്റെ പ്രത്യേകത. അടുത്ത നോക്കിക്കേ, these are jobs for which no technical education or specialized skill is required for employment, but for skilled jobs, specialized jobs and technical jobs, a certain level of basic or technical education is required. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് ഈ ഒരു എംപ്ലോയ്മെന്റില് ചില ജോബുകളിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു പഠനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്കില്ല് വേണം അങ്ങനൊന്നും ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അവിടെ പ്യൂണും സെർവന്റും ഒക്കെ കാണാറുണ്ട് അല്ലെ. അപ്പൊ പ്യൂണിനും സെർവന്റിനും ഒക്കെ പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഒരു ഹിസ്റ്ററി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്സ് പഠിച്ചിരിക്കണം, ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവർക്ക് അവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു കോമൺ സെൻസ് ആണ് അവിടെ നോക്കുന്നത്. ക്ലീൻ ചെയ്യാൻ അറിയാമോ, മറ്റുള്ളവരോട് ഇടപെടാനൊക്കെ എങ്ങനെയാണെന്ന് അങ്ങനെയൊക്കെ മാത്രമേ നോക്കുള്ളൂ. പ്രത്യേകമായിട്ടൊരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലിന്റെ കാര്യമൊന്നും അവിടെ നോക്കില്ല. പക്ഷെയോ ചില ജോലികൾക്ക് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് വേണം. ഒരു ഡോക്ടറിനെ നമ്മൾ എടുക്കുന്നു, ഡോക്ടറെ നമ്മൾ എടുക്കുമ്പോൾ അയാൾ പഠനത്തിൽ അയാൾ ഈ പറയുന്ന ഒരു കാര്യം അയാൾക്ക് അറിയാമോ, അയാൾ പഠിച്ചിട്ടുണ്ടോ, അയാളുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി, നേരത്തെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. ഒരു ടീച്ചറിനെ എടുക്കുമ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ അറിയാമോ, അവർക്ക് ആ സബ്ജക്ട് നോളജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും എടുക്കുക. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിലേക്കൊക്കെ ആളെ എടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ഒരു നോളജ് ഉണ്ടോ, അവർക്ക് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയായിരിക്കും അവരെ എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ എംപ്ലോയ്മെന്റിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ജോബ്സ് പറയാം. ഒന്ന് സ്കിൽഡ് ജോബ് ഉണ്ട്, അൺസ്കിൽഡ് ജോബും ഉണ്ട്. ഇത് ഈ സ്കിൽഡ് ജോബിലാണ് നമുക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് വേണ്ടത്. അൺസ്കിൽഡ് ജോബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവരെന്തായിരിക്കും, ലേബേഴ്സ് ആയിരിക്കും അല്ലെ, ലേബേഴ്സ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ എന്താണ് സെർവന്റ് ആയിട്ടോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജിന്റെ ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? And the last one, the main purpose behind employment is to secure assured income through wages and salaries. നമ്മൾ ആക്ച്വലി എന്തിനാ ജോലിക്ക് പോകുന്നത്? നമുക്ക് ശമ്പളം കിട്ടാൻ, നമുക്കൊരു ഏർണിങ്സ് കിട്ടാൻ അല്ലെ, നമുക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, എന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. യെസ്. അപ്പോൾ നമ്മൾ ഈ എംപ്ലോയ്മെന്റിന്റെ ബേസിക് പർപ്പസ്, ശരിയായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണ്? നമുക്ക് ഏർണിങ്സ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അത് ക്ലിയർ ആണോ? അപ്പൊ നമ്മള് പ്രൊഫഷൻ പറഞ്ഞു, നമ്മൾ എംപ്ലോയ്മെന്റ് പറഞ്ഞു. അപ്പൊ ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ലാസ്റ്റ് സബ് ഡിവിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ ബിസിനസ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ ടോപ്പിക് എത്തിക്കഴിഞ്ഞു, ബിസിനസ്. അപ്പൊ എന്താണ് മക്കളെ ബിസിനസ് എന്ന് പറയുന്നത്? നോക്കിക്കോ, ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് an economic activity involving regular production or purchase of goods and services for sale, transfer and exchange with the objective of earning profit. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ. ബിസിനസ്സിലൂടെ നമുക്ക് എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പം എന്ത് ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ആണ്, എന്ത് ആക്ടിവിറ്റീസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? റെഗുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, പർച്ചേസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ചസ് ഉണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് അല്ലെ. അത് സാധനങ്ങളും ആകാം, സർവീസസും ആകാം. ഈ സർവീസസിനെ കുറിച്ച് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഫാക്ടറിങ്, അങ്ങനെയൊക്കെയുള്ള കുറെ സർവീസസ്, ബിസിനസ് സർവീസസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അത് പ്രോഡക്ട്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും അതിന്റെ റെഗുലർ ആയിട്ടുള്ള, അതിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും സെയിൽ ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും ആ പറയുന്ന ഒരു ആക്ടിവിറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബിസിനസ് എന്ന് പറയുന്നു. ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇനി നമുക്ക് ബിസിനസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. The first one, it is an occupation where a person is engaged in manufacturing or buying and selling of goods and services. The goods may be consumer goods or capital goods. Similarly, the services may be in the form of transportation, banking, insurance, etc.
അപ്പം എന്താണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്? ഇതൊരു ഒക്യുപ്പേഷൻ ആണ്. ഇവിടെ എന്താണ് സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ നടക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടക്കാം, ബൈങ് ആൻഡ് സെല്ലിങ് നടക്കാം, സാധനങ്ങൾ വാങ്ങിക്കുക വിൽക്കുക അതൊക്കെ നടക്കാം. അത് പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ആകാം. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിങ്, നമുക്കൊരു ഹോൾസെയിൽ ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നതാകാം. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് നമ്മൾ കൊച്ചു കൊച്ചു കടകളിലൊക്കെ സാധനങ്ങൾ വിൽക്കില്ലേ, അങ്ങനെയുള്ളതാകാം. എങ്ങനെ വേണമെങ്കിലും ആകാം. എന്ത് ടൈപ്പ് ഗുഡ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് സെല് ചെയ്യാം. പിന്നെയോ സർവീസസ് എന്തായിരിക്കാം? ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഇതിൽ ടെറിഷറി ഇൻഡസ്ട്രിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ആക്ച്വലി ഈ ബിസിനസ് സർവീസസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് എന്ത്, ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ ഫസ്റ്റ് ഫീച്ചർ. രണ്ടാമത്തെ നോക്കിക്കേ, the activities must be carried on regularly. A single transaction is usually not treated as business. അപ്പൊ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ആദ്യത്തെ ഒരു പോർഷനിൽ നമ്മൾ പറഞ്ഞു, എക്കണോമിക് ആക്ടിവിറ്റി വൺ ടൈം ആക്ടിവിറ്റിയും ആകാം, റെഗുലർ ആക്ടിവിറ്റിയും ആകാം. നമ്മൾ പറഞ്ഞു, നമ്മൾ വീട് വിൽക്കുന്ന കഥയൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഈ വീട് വിൽക്കുന്ന കാര്യം നമുക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം, അതൊക്കെ ബിസിനസ് ആണെന്ന് പറയാം. പക്ഷെ നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് വീട് വിറ്റു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നമ്മളൊന്ന് വിറ്റു, ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ വേറൊരു ഫോൺ വാങ്ങിച്ചു എന്ന് വെച്ചാൽ അത് നമ്മുടെ ബിസിനസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? അത് ഒറ്റ പ്രാവശ്യമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ നമ്മൾ എന്തെന്ന് പറയില്ല, ബിസിനസ് എന്ന് പറയില്ല. പിന്നെയോ റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ മാത്രമേ നമ്മൾ എന്തെന്ന് പറയുള്ളൂ, ബിസിനസ് എന്ന് പറയുള്ളൂ. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദി ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ റെഗുലർലി. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്? ചുമ്മാ രസത്തിനാണോ? കൊള്ളാം, ഞാനൊരു ബിസിനസ്സുകാരാണെന്നൊക്കെ പറയുന്ന 4 പേര് കൂടുമ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് പറയുന്ന ഒരു 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 ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ തുടങ്ങുന്നത്? അല്ലല്ല. നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്. അപ്പം നമ്മുടെ ഒരു ഒരു സോൾ ഒബ്ജക്റ്റീവ്, നമ്മുടെ അതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. Next one, every business requires some investment in cash or kind or both. It is usually provided by the owner or is borrowed by him at his own risk. അപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വീശി ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. പിന്നെയോ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ടാവില്ലേ? ക്യാപിറ്റലും ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവില്ലേ? ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ലേ? അതൊക്കെ നമ്മുടെ എന്താണ്, ബിസിനസ്സിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. ക്യാഷ് ഓർ കൈൻഡ്, അല്ലെങ്കിൽ മോണിറ്ററി ബേസിസ് ആകാം, അല്ലെങ്കിൽ പൈസയായിട്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു മെഷീനറീസ് ആയിട്ടോ, അല്ലെങ്കിൽ ലാൻഡ് ആയിട്ടോ, ബിൽഡിംഗ് ആയിട്ടോ ഒക്കെ ആകാം. അല്ലെ? അപ്പൊ എന്ത് വേണമെങ്കിലും ഒക്കെ ആകാം. അപ്പം നമുക്ക് ബിസിനസ്സിൽ നമുക്ക് എന്ത് വേണം? നമുക്കത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത് ക്യാപിറ്റലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. നമുക്ക് ബിസിനസ് ലോണൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് വുമൺ ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഇപ്പം ലോണൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മെന്നിനും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിപ്പം സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറഞ്ഞിട്ട്, വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിമണിന് വേണ്ടിയിട്ടൊക്കെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ഇപ്പം നമ്മുടെ കുടുംബശ്രീ വക കുറെ ലോണൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും വിമണിനെ മാത്രം ഞാൻ ഉദ്ദേശിച്ചതല്ല, പെൺകുട്ടികളെ മാത്രമല്ല, നമ്മുടെ രണ്ട് ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒരുമിച്ച് പറഞ്ഞതാണ്. 2 പേർക്കാണെങ്കിലും നമുക്ക് ബിസിനസ് ലോൺസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ബാങ്കിൽ നിന്നൊക്കെ. അപ്പൊ ഒന്നുകിൽ നമുക്കത് ബോറോ ചെയ്യാം, ലോൺ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ക്യാപിറ്റൽ വേണം. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, the earnings are always uncertain because the future is unpredictable and a businessman has no control over certain factors that affects his earnings. So every business involves an element of risk, and the same is borne by the businessman, the owner. നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്കി സംഭവമാണ്. നമ്മുടെ ജീവിതം തന്നെ റിസ്ക്ഫുൾ അല്ലേ? നമ്മൾ നാളെ ഉണ്ടോ ഇല്ലയോ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല, ഉറപ്പില്ല അല്ലേ? നമ്മൾ ഇങ്ങനെയങ്ങ് പോകുന്നു, അങ്ങനെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബിസിനസ്.
ബിസിനസ്സിൽ ഇപ്പൊ നല്ല രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ നാളെ ഇതേപോലെ പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ ബിസിനസ് നഷ്ടത്തിലാണ് എന്ന് വെച്ചാൽ നാളെ നഷ്ടത്തിലാണെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാം. അപ്പൊ നാളെ എന്താണ്, ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസേർട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ ബിസിനസ്സിൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. നാളെ ചിലപ്പോ ഫ്ലോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കോവിഡിന്റെ സമയം വന്നപ്പോ നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലെ. കോവിഡ് വന്നപ്പോ, പിന്നെ ഒരു ഫ്ലഡ് വന്നില്ലേ 2018 ഫ്ലഡ് വന്നപ്പോ. അപ്പൊ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? 2018 വന്ന ഫ്ലഡ് ഒക്കെ, കോവിഡിന്റെ സമയമൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ ആ സമയമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉണ്ടാവാത്ത കുറച്ച് നാച്ചുറൽ കലാമിറ്റീസ് ആണ് ഉണ്ടായത് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ നമ്മുടെ ബിസിനസിന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുപോലൊക്കെയുള്ള റിസ്ക്, അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലത്തെ റിസ്കുകൾ നമുക്ക് എന്തുണ്ട്, ബിസിനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസ്കിനെ ആരാണ് അത് അനുഭവിക്കേണ്ടത്? നമ്മളാണോ അനുഭവിക്കേണ്ടത്? അല്ല. ആരാണോ ആ ബിസിനസിന്റെ ഓണർ, അവരാണ് അത് അനുഭവിക്കേണ്ടത്. അപ്പൊ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷെ കൊള്ളാം, രസമാണ്, നമുക്ക് ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒന്നുമല്ല, നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ 2 സബ് ഡിവിഷൻസ് പറഞ്ഞു. ദെൻ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ 3 സബ് ഡിവിഷൻസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റിയിൽ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചത്. വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അതിന്റെ റിമൈനിങ് പാർട്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.